60 കോടി ആളുകൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി സൗജന്യ ചികിത്സയും മറ്റ് ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളും. 58 കോടി ആളുകൾ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. PM ആവാസ് യോജന വഴി നമുക്ക് 4 കോടി കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഉജ്ജ്വല യോജന വഴി 11 കോടി സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകാൻ സാധിച്ചു. ജൽജീവൻ മിഷനിലൂടെ 16 കോടി വീടുകളിലാണ് ശുദ്ധജലം എത്തിക്കാൻ സാധിച്ചത്. സ്വച്ഛ ഭാരത് വഴി 12 കോടി ശുചിമുറികൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു. സാമ്പത്തിക ശാക്തീകരണം, കാർഷികം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 11 കോടി കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധി വഴിയുള്ള വർഷം 6000 രൂപ എന്ന നിലയ്ക്കുള്ള ധനസഹായം നൽകുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം നമുക്കറിയാം. മുദ്ര യോജനയിലൂടെ 57 കോടി ഈടില്ലാത്ത വായ്പയുടെ ഗുണഭോക്താക്കൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ആ നിലയ്ക്ക് സാമ്പത്തികമായി നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, യുവാക്കൾക്ക് ഉയർന്നു വരാനുള്ള പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനവും ഗതാഗതവും ആ മേഖല നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ പാതകളുടെ നീളം 91,287 കിലോമീറ്ററിൽ നിന്ന് 1.46 ലക്ഷം കിലോമീറ്ററായി വർദ്ധിച്ചു. 91,287 കോടി എന്നതിൽ നിന്ന് 1.46 ലക്ഷം കിലോമീറ്റർ എന്ന നിലയ്ക്ക് റോഡുകളുടെ നിർമ്മാണം. റെയിൽവേയിലും വലിയ തോതിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1337 സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരിക്കുന്നുണ്ട്. 164 വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ന് ഭാരതത്തിൽ സർവീസ് നടത്തുകയാണ്. വിമാനത്താവളങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. മെട്രോ ശൃംഖല 5 നഗരങ്ങളിലായിരുന്നു മെട്രോ ശൃംഖല ഉണ്ടായിരുന്നത്. അത് 26 നഗരങ്ങളിലേക്ക് വികസിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ നിലയ്ക്ക് ഗതാഗത സംവിധാനം, അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് സായുധ സേനയിലെ വനിതാ ഓഫീസർമാരുടെ എണ്ണം 3000-ൽ നിന്ന് 11,000-ആയി ഉയർന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പരേഡ് നയിച്ചത് നമ്മുടെ സഹോദരിമാരുടെ റെജിമെന്റ് ആണ്. 2 വർഷമായിട്ട് അതാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ കശ്മലന്മാരെ നേരിട്ട രീതി നമുക്കറിയാം. ആ സംഭവ വികാസങ്ങളെ മുഴുവൻ ജനസമക്ഷം അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നത് വനിതാ ഓഫീസർമാരാണ്. അപ്പൊ ആ നിലയ്ക്ക് നേരത്തെ പറഞ്ഞ നാരീശക്തിയുടെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. അപ്പൊ ഈ നിലയ്ക്കൊക്കെ നമ്മുടെ ഭാരതത്തിന് ആത്മവിശ്വാസത്തോടെ ലോകസമക്ഷം തലയുയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വികസന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മോദി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ ജനസമക്ഷം എത്തിക്കാൻ ഇവിടെ വന്നു ചേർന്ന മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങളുടെ സമ്പൂർണമായ സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.